ജെഫ്രി എപ്സ്റ്റീൻ 2019 ഒരു ജയിൽ മുറിയിൽ ആ ജീവിതം അവസാനിച്ചെങ്കിലും അയാൾ ബാക്കി വെച്ചുപോയ നിഗൂഢതകൾ 2026 ലോകത്തെ വേട്ടയാടുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന എപ്സ്റ്റീൻ ഫയലുകൾ വെറും ഒരു ലൈംഗിക കുറ്റകൃത്യത്തിന്റെ കഥയല്ല പറയുന്നത്, മറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ചാരപ്രവൃത്തിയുടെയും അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെയും ഞെട്ടിക്കുന്ന അധ്യായമാണ്. അത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികളുടെ നെഞ്ചുലയ്ക്കുന്ന ഒരു വലിയ ചതിയുടെയും അനാദരവിന്റെയും കഥയാണ് പറയുന്നത്. എപ്സ്റ്റീൻ ഒരു മൊസാദ് ഏജന്റ് ആയിരുന്നു. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി എഹൂദ് ബാരക്കിന് കീഴിൽ അയാൾ ചാരപ്പണിക്ക് പരിശീലനം നേടിയിരുന്നു. വിശുദ്ധ മക്കയിലെ കബയെ പുതപ്പിക്കുന്ന കിസ്വ എപ്സ്റ്റീന്റെ സ്വകാര്യ വസതിയിലെ തറയിൽ വിരിച്ചിരിക്കുന്ന ആ ഒരു ഞെട്ടിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിരുന്നു. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ പവിത്രമായ എന്തിനേയും ചവിട്ടി മെതിക്കാമെന്ന എപ്സ്റ്റീന്റെ ധാർഷ്ട്യത്തിന് പിന്നിലെ വസ്തുതകൾ എന്താണ് പരിശോധിക്കാം. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ രഹസ്യങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഒരാൾ, ഹോളിവുഡ് താരങ്ങൾ മുതൽ ബ്രിട്ടീഷ് രാജകുടുംബം വരെ ഭയപ്പെട്ടിരുന്ന ഒരു പേര്, ജെഫ്രി എപ്സ്റ്റീൻ. 2019 ഒരു ജയിൽ മുറിക്കുള്ളിൽ ആ ജീവിതം അവസാനിച്ചെങ്കിലും ഇയാൾ അവശേഷിപ്പിച്ചു പോയ നിഗൂഢതകൾ ഇന്നും ലോകത്തെ വേട്ടയാടുകയാണ്. ഇപ്പോഴിതാ ഇസ്രായേൽ ചാരസംഘടനയുമായുള്ള എപ്സ്റ്റീന്റെ അവിശുദ്ധ ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവരികയാണ്. പുറത്തുവരുന്ന വാർത്തകൾ കേവലം ഒരു ക്രിമിനൽ കേസല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെയാണ്. എപ്സ്റ്റീനും ഇസ്രായേൽ ഗവൺമെന്റും തമ്മിൽ എന്തായിരുന്നു ബന്ധം? FBI പുറത്തുവിട്ട പുതിയ ഫയലുകളിൽ പറയുന്നത് എന്താണ്? വെറും ഒരു ക്രിമിനൽ മാത്രമായിരുന്നു എപ്സ്റ്റീൻ, അതോ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു? ഈ ഒരു ബ്ലാക്ക് മെയിൽ സാമ്രാജ്യത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു. പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ ജെഫ്രി എന്ന വ്യക്തിയെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളായ ബിൽ ക്ലിന്റൺ, പ്രിൻസ് ആൻഡ്രൂ, ഡൊണാൾഡ് ട്രംപ്, ബിൽ ഗേറ്റ്സ് തുടങ്ങിയവരുടെ അടുത്ത സുഹൃത്തായിരുന്നു എപ്സ്റ്റീൻ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അത് വീഡിയോയിൽ പകർത്തി ലോക നേതാക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു എന്നതായിരുന്നു ഇയാൾക്കെതിരെയുള്ള പ്രധാന ആരോപണം. 2019 ഓഗസ്റ്റിൽ ന്യൂയോർക്കിലെ ജയിലിനുള്ളിൽ ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. എന്നാൽ ഇത്രയും ഉന്നത പ്രതികളാകാൻ സാധ്യതയുള്ള കേസിൽ ഇയാൾ കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് ഇന്നും പലരും വിശ്വസിക്കുന്നു. ഇനി ഈ പവർഫുൾ ഗെയിമിന് പിന്നിൽ ചില വിദേശ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. അൽ ജസീറ, ഫ്രാൻസ് 24, അമേരിക്കയിലെ AA ഒക്കെ റിപ്പോർട്ടുകൾ പ്രകാരം എപ്സ്റ്റീന് ഇസ്രായേലുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പ്രധാനമായും 3 പോയിന്റുകളാണ് ഇവിടെ ചർച്ചയാകുന്നത്. ഒന്നാമതായിട്ട്, ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി എഹൂദ് ബാരക്കുമായി എപ്സ്റ്റീന് അടുത്ത ബിസിനസ് ബന്ധം പുലർത്തിയിരുന്നു. പലപ്പോഴും ഇസ്രായേലിൽ എപ്സ്റ്റീൻ സന്ദർശനം നടത്തുമ്പോൾ വലിയ സ്വീകരണമാണ് ലഭിച്ചിരുന്നത്. എഹൂദ് ബാരക്കുമായി എപ്സ്റ്റീൻ ഉണ്ടായിരുന്ന ബന്ധം ബിസിനസിനും അപ്പുറമാണ്. ഏകദേശം $2.3 മില്യൺ എഹൂദ് ബാരക്കിന്റെ ഒരു കമ്പനിയിൽ എപ്സ്റ്റീൻ ഇൻവെസ്റ്റ് ചെയ്തത്. എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലെ വീട്ടിൽ എഹൂദ് ബാരക്ക് പലതവണ സന്ദർശനം നടത്തിയതിന്റെ ചിത്രങ്ങളും രേഖകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. എന്നാൽ തനിക്ക് എപ്സ്റ്റീന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ബാരക്കിന്റെ വിശദീകരണം. ഇനി റിപ്പോർട്ടുകൾ പ്രകാരം എപ്സ്റ്റീൻ വലിയ തുകകൾ പ്രോ ഇസ്രായേൽ ഗ്രൂപ്പുകൾക്കായി ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ സെറ്റിൽമെന്റ് നിർമ്മാണത്തിനായി പോലും എപ്സ്റ്റീന്റെ പണം ഉപയോഗിക്കപ്പെട്ടു എന്നതാണ്. സാധാരണയായി ഇത്തരം സെറ്റിൽമെന്റുകൾ അന്താരാഷ്ട്ര നിയമപ്രകാരം വിവാദമായിട്ടുള്ളതാണ്. FBI രേഖകൾ പറയുന്നത് പ്രകാരം വൺ ഇസ്രായേൽ ഫണ്ട് പോലുള്ള സംഘടനകളിലേക്ക് എപ്സ്റ്റീൻ ലക്ഷക്കണക്കിന് ഡോളറുകൾ ഡൊണേഷൻ നൽകിയിട്ടുണ്ട്. ഇനി എപ്സ്റ്റീന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് കോടീശ്വരനായ ലെസ്ലി വെക്സ്നർ ആയിരുന്നു. വെക്സ്നർ ഇസ്രായേലിന് വലിയ രീതിയിൽ ഫണ്ട് നൽകുന്ന വ്യക്തിയാണ്. ഇസ്രായേൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട പലരിലേക്കും എപ്സ്റ്റീൻ എത്തിയത് വെക്സ്നർ വഴിയാണെന്ന് പറയപ്പെടുന്നു. അടുത്തതായിട്ട്, എപ്സ്റ്റീൻ തന്റെ ദ്വീപിൽ ഒരുക്കിയ സെക്സ് ട്രാപ്സ് വഴി അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നും ഇത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന് വേണ്ടിയായിരുന്നു എന്നുമാണ് ചില മുൻ ഇന്റലിജൻസ് ഓഫീസേഴ്സ് പറയുന്നത്, ഇപ്പോൾ ആരോപിക്കുന്നത്. ശരിക്കും ഈ ആരോപണങ്ങൾക്കൊക്കെ ആക്കം കൂട്ടുന്നത് മുൻ മൊസാദ് ഏജന്റായ ആരി ബെൻ മൊനാഷയുടെ മൊഴികളാണ്. ഇയാളുടെ വാദം അനുസരിച്ച് എപ്സ്റ്റീനും കാമുകി ഗെസ്ലൻ മാക്സ്വെല്ലും ഇസ്രായേലിന് വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നാണ്. ഇനി ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാകുന്നത്. അതായത് എപ്സ്റ്റീൻ ശേഖരിച്ച ഹൈ പ്രൊഫൈൽ വ്യക്തികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഇസ്രായേലിന് വിവരങ്ങൾ ചോർത്താനാണോ ഉപയോഗിച്ചത് എന്ന സംശയം വളരെ ശക്തമാണ്. പ്രമുഖ ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ റോബർട്ട് മാക്സ്വെല്ലിന്റെ മകളായ ഗെസ്ലൻ മാക്സ്വെല്ലിന് ഇസ്രായേൽ ഇന്റലിജൻസുമായി പാരമ്പര്യമായി തന്നെ ബന്ധമുണ്ടായിരുന്നു.
എപ്സ്റ്റീന്റെയും ഗിസ്ലിന്റെയും നീക്കങ്ങൾ ഇസ്രായേലിന് വേണ്ടി ലോക നേതാക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് ഓപ്പറേഷൻ ആയിരുന്നു എന്ന് പല മുൻ ഏജന്റുകളും അവകാശപ്പെടുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ സെനറ്റർമാരെയും സ്വാധീനമുള്ള വ്യക്തികളെയും കുടുക്കാൻ ഇവർ ശ്രമിച്ചു. എന്നാൽ ഇസ്രായേൽ ഗവൺമെന്റ് ഔദ്യോഗികമായി ഈ ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിലെ വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. ആദ്യം ഫണ്ടിംഗ് ആണ്. എപ്സ്റ്റീൻ പ്രോ ഇസ്രായേൽ സംഘടനകൾക്ക് പണം നൽകിയെന്നത് FBI രേഖകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി ബ്ലാക്ക്മെയിൽ വീഡിയോകളാണ്. എപ്സ്റ്റീൻ സെലിബ്രിറ്റികളുടെ വീഡിയോകൾ പകർത്തിയെന്നത് സത്യമാണ്. എന്നാൽ അവ മൊസാദിന് കൈമാറിയെന്നതിന് നേരിട്ടുള്ള തെളിവുകൾ ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അത് ഇപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് തിയറിയായി മാത്രം തുടരുകയാണ്. അതുപോലെ എഹൂദ് ബാരക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇത് രേഖാമൂലം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് 2026-ലും നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് എന്നുള്ള ചോദ്യം. കാരണം എപ്സ്റ്റീൻ കേസിൽ പങ്കാളികളായ പല ഉന്നതരുടെയും പേരുകൾ ഇപ്പോഴും രഹസ്യമാണ്. കോടതികൾ പുറത്തുവിടുന്ന പുതിയ രേഖകളിൽ ഇസ്രായേലിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഈ ഒരു സമയത്ത് എപ്സ്റ്റീനുമായുള്ള ബന്ധം പുറത്തുവരുന്നത് വലിയൊരു നയതന്ത്ര ചർച്ചയായി മാറിക്കഴിഞ്ഞു. ശരിക്കും ജെഫ്രി എപ്സ്റ്റീൻ എന്നയാള് ഇവരുടെ ഒക്കെ ഒരു പാവ മാത്രമായിരുന്നു. അതിനു മുകളിൽ ചരട് വലിക്കുന്ന വലിയ ശക്തികൾ ആരൊക്കെയാണ്? ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ചില ഗ്രൂപ്പുകളിലേക്കാണ്. നിയമവ്യവസ്ഥയെ പോലും നോക്കുകുത്തിയാക്കി ഇത്രയും വലിയൊരു ക്രൈം നെറ്റ്വർക്ക് വർഷങ്ങളോളം പ്രവർത്തിച്ചു എന്നത് ഇന്നും വിശ്വസിക്കാൻ പ്രയാസമാണ്. അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ജെഫ്രി എപ്സ്റ്റീനെ പോലെ ഒരാൾക്ക് ഇത്രയും കാലം പിടിക്കപ്പെടാതെ പ്രവർത്തിക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? അതിനു പിന്നിൽ ഏതെങ്കിലും വലിയ ചാരസംഘടനയുടെ സംരക്ഷണം ഉണ്ടായിരുന്നോ? അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ്? ഉത്തരമില്ലാത്ത ഈ ചോദ്യങ്ങൾ ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. എപ്സ്റ്റീൻ ഫയലുകൾ വാർത്തകളിൽ നിറയുമ്പോൾ ഇപ്പോൾ ഇത്തവണ പുറത്തു വരുന്നത് വെറും ഒരു സാമ്പത്തിക ഇടപാടോ രാഷ്ട്രീയ ബന്ധമോ അല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മുസ്ലിം വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന അത്യന്തം ഗൗരവകരമായൊരു ദൃശ്യമാണ്. അമേരിക്കൻ കോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായിരുന്ന ജെഫ്രി എപ്സ്റ്റീന്റെ സ്വകാര്യ ശേഖരത്തിൽ വിശുദ്ധ കബയുടെ പുതപ്പായ കിസ്വ എത്തിയതെങ്ങനെ? അത് തറയിൽ വിരിച്ച് ചവിട്ടി നിൽക്കുന്ന ആ ദൃശ്യം യഥാർത്ഥമാണോ? ഈ വിവാദത്തിന് പിന്നിലെ വസ്തുതകൾ പരിശോധിക്കാം. ഇനി പണവും അധികാരവും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും സ്വന്തമാക്കാമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. എന്നാൽ ആ ആഗ്രഹം ലോകം പവിത്രമായി കാണുന്ന വിശ്വാസങ്ങളെ പോലും ചവിട്ടി മെതിക്കാനുള്ളതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു ചിത്രം ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്, പ്രകോപിതരാക്കിയിരിക്കുകയാണ്. വിശുദ്ധ മക്കയിലെ കബയെ പുതപ്പിക്കുന്ന സ്വർണ്ണ നൂലുകളാൽ ഖുറാൻ സൂക്തങ്ങൾ തുന്നിച്ചേർത്ത കിസ്വ എപ്സ്റ്റീന്റെ വസതിയിൽ തറയിൽ വിരിച്ചിരിക്കുന്നു. ആ ദൃശ്യത്തിൽ എപ്സ്റ്റീനൊപ്പം നിൽക്കുന്നത് ആരാണ്? എങ്ങനെയാണ് അതിവിശുദ്ധമായ ഈ വസ്ത്രം ഒരു കുറ്റവാളിയുടെ കയ്യിലെത്തിയത്? നമുക്ക് ഈ രഹസ്യങ്ങൾ പരിശോധിക്കാം. ആദ്യമേ എന്താണ് ഈ ചിത്രം എന്നൊന്ന് നോക്കാം. അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് 2026 ജനുവരി 30 പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പ്രകാരമുള്ള രേഖകളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. എപ്സ്റ്റീന്റെ സ്വകാര്യ ശേഖരത്തിൽ കബയുടെ കിസ്വയുടെ 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് രേഖകൾ സ്ഥിരീകരിക്കുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു. ഇതിലൊരു ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത്. എപ്സ്റ്റീനും ദുബായ് ആസ്ഥാനമായുള്ള DP വേൾഡ് CEO സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈമും ഒരു വലിയ കറുത്ത പട്ടുതുണിയുടെ മുകളിൽ നിൽക്കുന്നതാണ് ചിത്രം. സ്വർണ്ണ നൂലുകളാൽ എംബ്രോയിഡറി ചെയ്ത ആ തുണി കിസ്വയുടെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ലോകം നടുങ്ങിയത്. സ്വാഭാവികമായി എല്ലാവരും ചിന്തിച്ചു, കിസ്വ എപ്സ്റ്റീന്റെ പക്കൽ എത്തിയോ? നമുക്കിതിലെ വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് സത്യം. 2017 സൗദി അറേബ്യയിൽ നിന്ന് എപ്സ്റ്റീന്റെ ഫ്ലോറിഡയിലെ വിലാസത്തിലേക്ക് 3 പെട്ടികളിലായി കിസ്വയുടെ ഭാഗങ്ങൾ അയച്ചിരുന്നുവെന്ന് ഇമെയിൽ രേഖകൾ വ്യക്തമാക്കുന്നു. ഇനി രേഖകൾ. ബ്രിട്ടീഷ് എയർവേസ് കാർഗോ വഴിയാണ് ഇത് അയച്ചത്. പിക്ചർ ഫ്രെയിമുകൾ എന്നാണ് ഇവ രേഖകളിൽ കാണിച്ചിരുന്നത്. 3 കഷ്ണങ്ങൾ എന്നുള്ളതാണ് അടുത്തൊരു വസ്തുത. അതായത് കബയുടെ ഉൾവശത്ത് വിരിച്ചിരുന്ന തുണി, പുറത്തെ ആവരണം കിസ്വ എന്ന് പറയുന്നത്, പിന്നെ കബയിൽ ഉപയോഗിക്കാത്ത എന്നാൽ അതേ മാതൃകയിലുള്ള മറ്റൊന്ന് എന്നിങ്ങനെ 3 കഷ്ണങ്ങളായിട്ടാണ് എപ്സ്റ്റീൻ കൈക്കലാക്കിയത്. ഇനി ഇതിന്റെ വില വെറും $10,980 മാത്രമാണ് ഇതിന്റെ മൂല്യമായി ഷിപ്പിംഗ് ഇൻവോയ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ വൈകാരിക മൂല്യം കോടിക്കണക്കിന് രൂപയ്ക്കും അപ്പുറമാണ്. ഇനി എങ്ങനെ ലഭിച്ചു എന്നുള്ള ചോദ്യമാണ്. വിശുദ്ധ കബയുടെ കിസ്വ ഓരോ വർഷവും മാറ്റുമ്പോൾ പഴയത് മുറിച്ച് ഉന്നത വ്യക്തികൾക്കും മ്യൂസിയങ്ങൾക്കും സമ്മാനമായി നൽകാറുണ്ട്. എന്നാൽ എപ്സ്റ്റീനെ പോലെ ഒരു കുറ്റവാളിക്ക് ഇത് ലഭിച്ചത് അസീസ അൽ അഹമ്മദി എന്ന ബിസിനസ് വനിതയും അബ്ദുള്ള അൽ മാരി എന്ന ഇടനിലക്കാരനും വഴിയാണെന്ന് ഇമെയിലുകൾ സൂചിപ്പിക്കുന്നുണ്ട്.
ലക്ഷക്കണക്കിന് ഹാജിമാരുടെ പ്രാർത്ഥനകൾ ഇതിലുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു പവിത്ര വസ്തു എപ്സ്റ്റീൻ തന്റെ സ്വകാര്യ വസതിയിലെ തറയിൽ വിരിച്ചിട്ട് ആസ്വദിച്ചു എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമാണ്. ഇസ്ലാം മതത്തിൽ കബയും കിസ്വയും അങ്ങേയറ്റം ആദരിക്കപ്പെടുന്നവയാണ്. സ്വർണവും വെള്ളിയും ശുദ്ധമായ പട്ടും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇതിലെ ഓരോ തുന്നലിലും പ്രാർത്ഥനകളുണ്ട്. ഇതൊരു അലങ്കാര വസ്തുവോ തറയിൽ വിരിക്കാനുള്ള നിസ്സാരം ഒരു കാർപ്പറ്റോ അല്ല. അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തും തങ്ങൾക്ക് ചവിട്ടി മെതിക്കാമെന്ന എപ്സ്റ്റീനെ പോലെയുള്ളവരുടെ ധാർഷ്ട്യമാണ് ഈ ദൃശ്യത്തിലൂടെ പുറത്തു വരുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചുവെങ്കിലും അയാൾ നിർമ്മിച്ച ആ അവിശുദ്ധ സാമ്രാജ്യത്തിന്റെ കഥകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പവിത്രമായ കിസ്വയെ ഒരു കുറ്റവാളിയുടെ പാദങ്ങൾക്കടിയിൽ കണ്ട കാഴ്ച വിശ്വാസികൾക്ക് മറക്കാൻ കഴിയില്ല. മതചിഹ്നങ്ങളും വിശുദ്ധ വസ്തുക്കളും പണത്തിനു മുന്നിൽ കളിപ്പാട്ടങ്ങളായി മാറുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പവിത്രമായവയെ ആദരിക്കാൻ കഴിയാത്തവരുടെ കയ്യിൽ അവ എത്താതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന ഗൗരവകരമായ ആലോചനകൾക്ക് ഈ വിവാദം തിരികൊളുത്തിയിരിക്കുകയാണ്. ലോക രാഷ്ട്രീയവും സാമ്പത്തിക വ്യവസ്ഥയും ഒരു വലിയ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായ ഒരു വലിയ സാമ്പത്തിക സഹായം ലഭിക്കുന്നു. മറുവശത്ത് കാനഡയെ ശ്വാസം മുട്ടിക്കാൻ പുതിയ പാലം യുദ്ധവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ സമാധാനപ്രിയരുടെ നാടായ ഓസ്ട്രേലിയയിൽ ഇസ്രായേൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തെ തുടർന്ന് തെരുവ് യുദ്ധം അരങ്ങേറുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരേ സമയം നടക്കുന്ന ഈ നിർണായക സംഭവ വികാസങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിന് അമേരിക്കയിൽ നിന്നൊരു ലോട്ടറി ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ബംഗ്ലാദേശിലെ വസ്ത്രവ്യാപാര മേഖലയ്ക്ക് അമേരിക്ക വലിയ തോതിൽ താരിഫ് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ചില ഉൽപ്പന്നങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ആനുകൂല്യം നൽകുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള ഈ പുതിയ നീക്കം ബംഗ്ലാദേശിന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മാറ്റും? ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാകുമോ? നോക്കാം. ബംഗ്ലാദേശിൽ നിന്നുള്ള ഗവൺമെന്റ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി നികുതി അമേരിക്ക 19% കുറച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ചില പ്രത്യേകതരം വസ്ത്രങ്ങൾക്ക് പൂർണ്ണമായും നികുതി ഒഴിവാക്കി ഡ്യൂട്ടി ഫ്രീ ആക്സസും നൽകിയിട്ടുണ്ട്. ഈ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2025 ഒന്ന് തിരിഞ്ഞു നോക്കണം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ബംഗ്ലാദേശിനെതിരെ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 37% വരെ ഉയർന്ന ഇറക്കുമതി നികുതി ഏർപ്പെടുത്തുമെന്നായിരുന്നു അന്നത്തെ ആദ്യ പ്രഖ്യാപനം. ബംഗ്ലാദേശിന്റെ വസ്ത്രവ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വൻ തകർച്ചയുടെ സൂചനയായിരുന്നു. എന്നാൽ മാസങ്ങൾ നീണ്ട നിരന്തരമായ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ 2025 ഓഗസ്റ്റിൽ ഇത് 20% കുറച്ചു. അന്ന് ലഭിച്ച ആ 20% ഇളവ് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2026 ഫെബ്രുവരിയിൽ കരാർ ഒപ്പിടുമ്പോൾ അത് 19% വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ ബംഗ്ലാദേശിന് അനുകൂലമായി മാറിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടോട്ടൽ എക്സ്പോർട്സിന്റെ 80%-ലധികവും വസ്ത്രവ്യാപാരമാണ്. ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത കാരണം അവരുടെ ഇക്കണോമി വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ സമയത്താണ് അമേരിക്കയുടെ ഈ കൈത്താങ്ങ് വരുന്നത്. അമേരിക്കൻ വിപണിയിൽ ചൈനയ്ക്ക് വലിയ തോതിൽ നിയന്ത്രണങ്ങൾ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ചൈനയ്ക്ക് പകരക്കാരനായി ബംഗ്ലാദേശിനെ വളർത്തിക്കൊണ്ടുവരാനാണ് US ലക്ഷ്യമിടുന്നത് എന്ന് വേണം പറയാൻ. ഇതിലൂടെ ബംഗ്ലാദേശിന്റെ കയറ്റുമതിയിൽ ഏകദേശം 10% മുതൽ 15% വരെ വർധനമുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും വസ്ത്രവ്യാപാര രംഗത്ത് വലിയ എതിരാളികളാണ്. അമേരിക്ക ബംഗ്ലാദേശിന് ഇത്തരം ഇളവുകൾ നൽകുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ മത്സരം കടുക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കൻ വിപണിയിൽ ലഭിച്ചു തുടങ്ങിയാൽ അത് ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് ക്വാളിറ്റിയും വൈവിധ്യവും നമുക്ക് ഒരു അനുകൂലമായ ഫാക്ടർ തന്നെയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രതിനിധി സംഘം ഉടൻ തന്നെ ബംഗ്ലാദേശ് സന്ദർശിക്കാനിരിക്കുകയാണ്. വസ്ത്രവ്യാപാരം കൂടാതെ മറ്റു മേഖലകളിലേക്കും ഈ ഒരു സഹകരണം വ്യാപിപ്പിക്കാൻ അവർക്ക് പദ്ധതിയുണ്ട്. ബംഗ്ലാദേശിലെ ലേബർ ലോ അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച ശേഷമായിരിക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുക എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിന് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ട്രേഡ് പോളിസികൾ ലോകമെമ്പാടുമുള്ള വിപണികളെ മാറ്റിമറിക്കുമ്പോൾ ബംഗ്ലാദേശ് അതിലൂടെ ലാഭമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ,
കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരു രാജ്യം നിർമ്മിച്ച പാലം മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റ് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഇത് പറഞ്ഞപ്പോഴേ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആള് സാക്ഷാൽ ട്രംപ് ആകുമെന്ന് തോന്നിക്കാണില്ലേ? അതെ, ഈ ഒരു സംഭവം നടക്കുന്നത് ഇപ്പോൾ കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതാ തന്റെ തനി സ്വരൂപം വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ്. വർഷങ്ങളോളം കാത്തിരുന്ന നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു മെഗാ പ്രൊജക്ട്. കാനഡയും അമേരിക്കയും തമ്മിലുള്ള ഗോഡി ഹവേ ഇന്റർനാഷണൽ ബ്രിഡ്ജ് ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പ് ട്രംപ് തടയുകയാണ്. ഈ പാലം അത്ര പെട്ടെന്ന് തുറക്കണ്ട എന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. എന്താണ് ഈ ഗോഡി ഹവേ ബ്രിഡ്ജ് വിവാദം? എന്താണ് ട്രംപിന്റെ ആ ഒരു $1 ബില്യൺ ഡിമാൻഡ്? കാനഡയിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയോട് ട്രംപ് ഇത്ര കടുപ്പത്തിൽ പെരുമാറാൻ കാരണം എന്താണ്? പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ പാലത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. കാനഡയിലെ വിൻസർ, അമേരിക്കയിലെ ഡെട്രോയിറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഏകദേശം $6.4 ബില്യൺ, ഏകദേശം 53,000 കോടി ഇന്ത്യൻ രൂപ ഇത് ചിലവിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ തുക മുഴുവൻ മുടക്കിയത് കാനഡ ഗവൺമെന്റ് ആണ്. 2018 തുടങ്ങിയ ഈ വമ്പൻ പ്രോജക്റ്റ് ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ഈ വർഷം തന്നെ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനിരിക്കുന്നതാണ്. നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലമാണ് ഇത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ഒരു ബോംബ് ഇട്ടിരിക്കുകയാണ്. ട്രംപിന്റെ വാദം ഇങ്ങനെയാണ്: കാനഡ വർഷങ്ങളായി അമേരിക്കയെ അന്യായമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ പാലത്തിന്റെ പകുതി ഓണർഷിപ്പ് അമേരിക്കയ്ക്ക് വേണം. കൂടാതെ കാനഡ നൽകേണ്ട നഷ്ടപരിഹാരങ്ങൾ കൃത്യമായി തന്നില്ല എങ്കിൽ ഈ പാലം തുറക്കാൻ ഞാൻ അനുവദിക്കില്ല. ട്രംപ് ഉന്നയിക്കുന്ന പ്രധാന പോയിന്റുകൾ ഇവയാണ്. ഒന്നാമതായിട്ട് ഓണർഷിപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് പാലം നിർമ്മിച്ചത് കാനഡ ആണെങ്കിലും അമേരിക്കൻ മണ്ണിലാണ് ഇതിന്റെ ഒരു ഭാഗം നിൽക്കുന്നതും. ഇത് ഉപയോഗിക്കുന്നത് വഴി കാനഡ വലിയ ലാഭം ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇതിന്റെ അറ്റ്ലീസ്റ്റ് 50%, അതായത് പകുതിയെങ്കിലും ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് വേണം. അടുത്തതായിട്ട് ട്രംപ് പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള മദ്യം കാനഡയിലെ ഷെൽഫുകളിൽ വെക്കാൻ അനുവദിക്കില്ല. അമേരിക്കയോടുള്ള ഈ അവഗണന ഇനി നടക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. പിന്നെ പാലം നിർമ്മാണത്തിൽ അമേരിക്കൻ സ്റ്റീലോ മറ്റു സാധനങ്ങളോ കാര്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നും ട്രംപ് പരാതിപ്പെടുന്നു. ഒബാമ ഭരണകൂടം നൽകിയ ചില ഇളവുകൾ കാരണമാണ് കാനഡ ഇങ്ങനെ ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതിലൊക്കെ ഉപരിയായി ട്രംപിനെ ചൊടിപ്പിച്ചത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നതാണ്. ചൈന കാനഡയെ ജീവനോടെ തിന്നും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ചൈനയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ കാനഡയ്ക്ക് 100% താരിഫ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിലും വിചിത്രമായ ഒരു കാര്യം ട്രംപ് പറഞ്ഞത് ചൈനയുമായി കരാറിൽ ഏർപ്പെട്ടാൽ കാനഡയിലെ ഹോക്കി കളി പോലും ഇല്ലാതാകുമെന്നും ഐതിഹാസികമായ സ്റ്റാൻലി കപ്പ് കാനഡയ്ക്ക് നഷ്ടമാകുമെന്നുമാണ്. ഒരു രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദത്തെ പോലും ഈ ട്രേഡ് വാറിലേക്ക് ട്രംപ് വലിച്ചിഴിച്ചിരിക്കുകയാണ്. കാനഡയും അമേരിക്കയും നല്ല അയൽക്കാരാണെന്ന് നമ്മൾ കരുതുമെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ ഇവർ പലപ്പോഴും ശത്രുക്കളെ പോലെ പെരുമാറിയിട്ടുണ്ട്. ട്രംപ് ആദ്യമായി അധികാരത്തിൽ വന്നപ്പോഴും കാനഡയെ ശരിക്കും വിറപ്പിച്ചിരുന്നു. 2018 സ്റ്റീൽ തർക്കം. അന്ന് കാനഡയിൽ നിന്നുള്ള സ്റ്റീലിനും അലുമിനിയത്തിനും ട്രംപ് വലിയ തോതിൽ താരിഫ് ഏർപ്പെടുത്തി. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞാണ് അയൽരാജ്യമായ കാനഡയെ ട്രംപ് അന്ന് കൂട്ടിയത്. ഇതിന് മറുപടിയായി കാനഡ അമേരിക്കൻ മദ്യത്തിനും ചീസിനും ടാക്സ് കൂട്ടുകയും ചെയ്തു. പിന്നെ പാൽ ഉൽപ്പന്നങ്ങളിലെ തർക്കമായിരുന്നു. കാനഡയുടെ ഡയറി ഫാർമേഴ്സിനെ സഹായിക്കുന്ന നിയമങ്ങൾ അമേരിക്കൻ കർഷകർക്ക് വിനയാകുന്നു എന്നാണ് ട്രംപിന്റെ മറ്റൊരു പ്രധാന പരാതി. കാനഡയിലെ ഈ ഒരു സപ്ലൈ മാനേജ്മെന്റ് മാറ്റാൻ ട്രംപ് വർഷങ്ങളായി സമ്മർദ്ദം ചെലുത്തുന്നു. പിന്നെ കീസ്റ്റൺ എക്സൽ പൈപ്പ് ലൈൻ. കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് എണ്ണ എത്തിക്കുന്ന വമ്പൻ പൈപ്പ് ലൈൻ പദ്ധതിയായ കീസ്റ്റൺ എക്സൽ ഇത് പരിസ്ഥിതി പ്രശ്നങ്ങൾ പറഞ്ഞ് ജോ ബൈഡൻ റദ്ദാക്കിയിരുന്നു. ഇത് കാനഡയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. എന്നാൽ ട്രംപ് ഇപ്പോൾ പുതിയ പാലം തടയുമെന്ന് പറയുമ്പോൾ പഴയ തർക്കങ്ങളെല്ലാം വീണ്ടും പുകഞ്ഞു തുടങ്ങുകയാണ്. അതുപോലെ 1980-കൾ മുതൽ മരത്തടികളുടെ വ്യാപാരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ നിയമയുദ്ധം നടക്കുന്നുണ്ട്. കാനഡ കുറഞ്ഞ വിലയ്ക്ക് മരം വിൽക്കുന്നത് അമേരിക്കൻ മര വ്യവസായത്തെ തകർക്കുന്നുവെന്നായിരുന്നു പരാതി. ഇനി ഇപ്പോഴത്തെ പാലത്തിന്റെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഈ പാലം അവരുടെ അഭിമാനമാണ്. കഴിഞ്ഞ 10 വർഷത്തെ പ്രയത്നമാണിത്. മിഷിഗൺ ഗവർണർ ഉൾപ്പെടെയുള്ള US നേതാക്കളും ട്രംപിന്റെ ഈ നീക്കത്തെ വിമർശിക്കുന്നുണ്ട്. ഇത് വെറും ഒരു സ്പീഡ് ബമ്പ് മാത്രമാണെന്നും പാലം കൃത്യസമയത്ത് തന്നെ തുറക്കുമെന്നും വിൻസർ മേയർ ഡ്രൂ ഡിൽക്കിൻസ് പ്രതികരിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനം വന്നതോടെ കാനഡയിലും മിഷിഗണിലും വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. മിഷിഗൺ ഗവർണർ ഗ്രഷൻ വിറ്റ്മർ പറഞ്ഞത് ഈ ഒരു പാലം മിഷിഗണിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കും ഗുണകരമാകുമെന്നും ഇത് എന്തായാലും തുറക്കുമെന്നുമാണ്. ഇനി ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ പാലത്തിലേക്കുള്ള ട്രക്കുകൾ തടയാനോ കസ്റ്റംസ് പരിശോധനകൾ നിർത്തിവെക്കാനോ ട്രംപിന് സാധിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ വടക്കേ അമേരിക്കയിലെ വ്യാപാര മേഖല ആകെ തകരും. ഇമ്മീഡിയറ്റ് നെഗോസിയേഷൻസ് വേണമെന്നാണ് ട്രംപിന്റെ നിലപാട്. അതായത് കാനഡയ്ക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാതെ വേറെ വഴിയൊന്നും ഇല്ല എന്നർത്ഥം. മൊത്തത്തിൽ നോക്കിയാൽ വെറും ഒരു പാലത്തിന്റെ കഥയല്ല ഇത്.
ആഗോള വ്യാപാരത്തിൽ അമേരിക്ക തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ നടത്തുന്ന വലിയൊരു നീക്കത്തിന്റെ ഭാഗമാണിത്. കാനഡയുടെ പണം കൊണ്ട് പണിത പാലം അമേരിക്കയ്ക്ക് കൂടി എഴുതി നൽകാൻ മാർക്ക് കാർണി തയ്യാറാകുമോ? അതോ ട്രംപിന്റെ ഈ ഭീഷണിക്ക് മുന്നിൽ കാനഡ മുട്ടുമടക്കുമോ? എന്തായാലും ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ കാനഡയ്ക്കും ബാക്കി ലോകത്തിനും ഒട്ടും സമാധാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. ഒരു പാലത്തെ ചൊല്ലി തുടങ്ങുന്ന ഈ തർക്കം ലോക വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ശാന്തസുന്ദരമായ സിഡ്നി നഗരം ഇപ്പോൾ ഒരു യുദ്ധകളമായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനമാണ് ഇതിനെല്ലാം കാരണം. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ സിഡ്നി നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. പോലീസ് ലാത്തി വീശുന്നതും പ്രതിഷേധക്കാരെ വലിച്ചിഴയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഇപ്പോൾ ഓസ്ട്രേലിയ സന്ദർശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഇത്രയ്ക്ക് അക്രമാസക്തമായത്? നോക്കാം. ആദ്യം നമുക്ക് ഈ സന്ദർശനത്തിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. 2025 ഡിസംബർ 14 സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഒരു ഹനൂക്ക ആഘോഷത്തിനിടെയുണ്ടായ വെടിവയ്പിൽ 15 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ ഇസ്രായേൽ സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഇരകളുടെ കുടുംബങ്ങളെ സന്ദർശിക്കാനുമാണ് പ്രസിഡന്റ് ഐസക് ഹെർസോഗ് എത്തിയത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസിന്റെ ക്ഷണപ്രകാരമാണ് ഈ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം. എന്നാൽ ഗാസയിലെ യുദ്ധം 2ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സമയത്ത് ഹെർസോഗിനെ അതിഥിയായി സ്വീകരിച്ചതിനെതിരെ വൻ വിമർശനമാണ് ഉയരുന്നത്. സിഡ്നി ടൗൺ ഹാളിന് മുന്നിൽ ഒത്തുകൂടിയ 10,000-കണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. യുദ്ധക്കുറ്റവാളിയായ ഒരാളെ സ്വാഗതം ചെയ്യരുത് എന്ന പ്ലക്കാർഡുകളുമായാണ് പലരും എത്തിയത്. എന്നാൽ ഈ സന്ദർശനം പ്രമാണിച്ച് ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെന്റ് പോലീസിന് മേജർ ഇവന്റ് നിയമപ്രകാരം പ്രത്യേക അധികാരങ്ങൾ നൽകിയിരുന്നു. പോലീസ് ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. ഏകദേശം 27 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രതിഷേധത്തിനിടെ നിസ്കരിക്കുകയായിരുന്ന മുസ്ലിങ്ങളെ പോലീസ് ബലമായി നീക്കം ചെയ്യുകയും അതുപോലെ ഇതിനിടയിൽ ഗ്രീൻസ് MP അബിഗേൽ ബോയ്ഡ് അടക്കമുള്ളവർക്ക് പരിക്കേറ്റതും വലിയ വിവാദമായിട്ടുണ്ട്. പ്രതിഷേധക്കാർ പോലീസിനെ ആക്രമിച്ചുവെന്നും 10 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്നുമാണ് അവരുടെ വാദം. എന്നാൽ പ്രതിഷേധം സംഘടിപ്പിച്ച പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് പറയുന്നത് പോലീസ് അനാവശ്യമായ ബലപ്രയോഗം നടത്തിയെന്നാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ പോലീസിന്റെ ഈ നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ഈ അക്രമ സംഭവങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രസിഡന്റ് നല്ല ഉദ്ദേശത്തോടെയാണ് എത്തിയതെന്നും അതിനെ ഇത്തരത്തിൽ നേരിടുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പോലും ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ മാറുന്ന ഈ സമയത്ത് ഓസ്ട്രേലിയയുടെ ഈ ഒരു ഇസ്രായേൽ അനുകൂല നിലപാട് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ ഭിന്നതകൾക്ക് കാരണമായിട്ടുണ്ട്. ചുരുക്കത്തിൽ കാര്യം ഇതാണ്: അധികാരം, പണം, യുദ്ധം ഇവയെല്ലാം ഇപ്പോൾ ഓസ്ട്രേലിയയുടെ തെരുവുകളിലും പ്രതിഫലിക്കുകയാണ്. ഇസ്രായേൽ പ്രസിഡന്റ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയാലും പോലീസ് നടത്തിയ ഈ ബലപ്രയോഗം ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ച തന്നെയായിരിക്കും. നയതന്ത്രത്തിലും ഭരണത്തിലും പലപ്പോഴും വെല്ലുവിളികളും തർക്കങ്ങളും ഉണ്ടാകാമെങ്കിലും അവയ്ക്കിടയിലും പുതിയ പ്രതീക്ഷയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട്. ജെഫ്രി എപ്സ്റ്റീന്റെ നിഗൂഢമായ ഫയലുകൾ പുറത്തുവരുന്നത് നിയമവ്യവസ്ഥയിൽ ലോകത്തിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എത്ര വലിയ ഉന്നതനായാലും സത്യം ഒരു നാൾ പുറത്തുവരുമെന്നതിന്റെ തെളിവാണ് ഇത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിന് ലഭിച്ച പുതിയ വ്യാപാര ആനുകൂല്യം കാണിക്കുന്നത് വലിയ തർക്കങ്ങൾക്കിടയിലും വിട്ടുവീഴ്ചകളിലൂടെയും ചർച്ചകളിലൂടെയും സാമ്പത്തികമായി മുന്നേറാൻ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്നാണ്. കാനഡയും അമേരിക്കയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും ഓസ്ട്രേലിയയിലെ പ്രതിഷേധങ്ങളും ജനാധിപത്യപരമായ സംവാദങ്ങളിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനം ലോകം എത്ര സങ്കീർണമായാലും സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഗുഡ് നൈറ്റ്.